സ്റ്റെക്കർ ഫിഷ്. ഇത് ശരിക്കും നമ്മുടെ ബവേറിയ അല്ലെങ്കിൽ അപ്പർ ഓസ്ട്രേലിയ, അതായത് ജർമ്മനിയിൽ ഉള്ള ഒരു ഒറിജിനേറ്റഡ് ആയിട്ടുള്ള ഡിഷാണ് ഇത് ശരിക്കും. ഇത് ശരിക്കും അന്നത്തെ കാലത്തുള്ള ഫിഷർമാൻസ് ഡാന്യൂബ് നദിയിൽ നിന്ന് നോർമൽ ഫിഷ് പിടിക്കുന്നു, വലിയ സ്പൈസസ് ഒന്നും ഇല്ലാതെ വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നു. സിമ്പിൾ അങ്ങനത്തെ ഒരു കാര്യം. പക്ഷേ കുറേ കഴിഞ്ഞ് കാലക്രമേണ ഇത് ആൾക്കാരുടെ കൾച്ചർ മാറി, കൾച്ചർ ഡെവലപ്പ് ചെയ്ത് അവർ പുറത്തോട്ടിറങ്ങാൻ തുടങ്ങി. പുറത്തു തുടങ്ങിയപ്പോൾ അവർ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാർട്ടികളായി ഒരു പിക്നിക്ക് പോലെ ചില സ്പോട്ടുകൾ കണ്ടുപിടിച്ചു. ഇതിനെ അവർ വിളിച്ചുകൊണ്ടിരുന്നത് ബവേറിയൻ ബിയർ ഗാർഡൻസ് ഉണ്ട്. ശരിക്കും അവിടെ ഉള്ളത് ശരിക്കും ചെസ്നട്ട് മരങ്ങളും അത് ഇതൊക്കെയാണ്. അപ്പോൾ അവിടെ അവർ ഒരു ബാർബേക്യൂ പോലെയോ ക്യാമ്പ് ഫയർ പോലെയൊക്കെ ഉണ്ടാക്കി ബിയറിൻ്റെ ഒപ്പം കഴിച്ചിരുന്ന സാധനമാണ്. അതുകൊണ്ടാണ് ഇത് ഗ്രില്ല് ചെയ്ത് കൊടുക്കാനോ തൂക്കിയിടാനോ ഒക്കെ ആയിട്ടുള്ള ഒരു സ്റ്റിക്ക് അല്ലെങ്കിൽ സെർവ് ചെയ്യാനൊക്കെ ഉള്ള സ്റ്റിക്ക് ഉണ്ടായിരുന്നില്ല. അതാണ് ഈ സാധനം സ്റ്റെക്കർ ഫിഷ്. അപ്പം നമ്മൾ ശരിക്കും അതിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് നമ്മൾ അതിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കേരളം അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ സീ ഫിഷിനോടൊക്കെ ഇഷ്ടമുള്ള സ്ഥിതിക്ക് അതിനെയും കൂടി കണക്കുകൂട്ടിയാണ് ഞാനിത് മെനുവിലിട്ടെ. കാരണം മലയാളികൾക്ക് മീനും മത്സ്യവും എല്ലാം ഇഷ്ടമുള്ളത് കൊണ്ട് ഈ ഒരു ഇൻസ്പിറേഷനിൽ കൂടി നമുക്ക് കൊടുക്കാമല്ലോ എന്ന് വെച്ചു.